ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതൊരു വിൻറ്റേജ് ബൈക്കാണ്. ഹീറോ ഹോണ്ടയുടെ CD100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ. ഇതാണ് നമ്മുടെ ബൈക്ക്. ഇത് ആക്ച്വലി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ അവർ റീടെസ്റ്റൊക്കെ ചെയ്ത് നല്ല ഗംഭീരമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കാണിക്കാം എന്ന് തോന്നി. നിങ്ങളുടെ വീടുകളിലും ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോഴും 2024-ലും ഇതുപോലത്തെ പഴയ മോഡൽ വണ്ടികൾ ഇതുപോലെ പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എൻ്റെ കയ്യിലുണ്ട് ഒരു ബൈക്ക് RX 135. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് ഇപ്പോൾ ഒരു വർഷമായിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. ഏകദേശം അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 2 മാസത്തിനുള്ളിൽ തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഇന്ന് നമ്മൾ നമ്മുടെ CD100ൻ്റെ വിശേഷങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ ഹോണ്ടയുടെ ഏറ്റവും ആദ്യത്തെ മാസ് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഹീറോ ഹോണ്ടയുടെ CD100 എന്നുള്ള ഈ ഒരു മോഡൽ. ഈ ഒരു വാഹനം 1985-ലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു മോഡൽ 1988 മോഡലാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട ആക്സസറീസുകളും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 97 cc 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ 8000 RPM ഏകദേശം 7.5 bhp പവറും അതുപോലെ തന്നെ 500 RPM ഏകദേശം 7.16 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് 4 സ്പീഡ് കോൺസ്റ്റൻറ്റ് മെഷാണ്. അതുപോലെ തന്നെ 85 km/h ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ബ്രേക്ക് ടൈപ്പ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും 110 mm ഡ്രം ബ്രേക്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനുകളാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വിംഗ് ആം വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത് 2.50 ആണ് വരുന്നത്. അതുപോലെ തന്നെ പുറകിലേക്ക് വരുമ്പോൾ 2.75 ടയറുകളാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 1885 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത് 770 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. ടോട്ടൽ ഹൈറ്റ് വരുന്നത് 1060 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ വീൽ ബേസ് വരുന്നത് 1210 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 95 കിലോഗ്രാമാണ്. 135 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.1 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. സീറ്റ് വളരെ ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ സീറ്റാണ് വരുന്നത്. 4 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. മാത്രമല്ല ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം 1 ലിറ്റർ പെട്രോളിൽ ഏകദേശം 80 കിലോമീറ്റർ വരെ ഓടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ CD100ൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂട്ടുകാരൻ്റെ ബൈക്കാണ്. റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ചൂടോടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ വീഡിയോയിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വിൻറ്റേജ് ബൈക്കായതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. നമുക്ക് വിൻറ്റേജ് ബൈക്കിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ വിൻറ്റേജ് ബൈക്കുകളോട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും ചെയ്തോളൂ. ജീവ ക്യാപ്ചർ ദ മൊമെൻറ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അതുവരേക്കും സ്റ്റേ സേഫ്, ഹാവ് എ ഗുഡ് ഡേ.